Hi, hello, welcome to Competitive Cracker. It's me, Anju Murali. ഇപ്പോൾ എല്ലാവരും RRB NTPC എക്സാമിനൊക്കെ RRB NTPC ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC എക്സാമിന് മാത്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മാത്സിലെ ഒരു ടോപ്പിക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എക്സാമിന് കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ മാക്സിമം ഷോർട്ട് കട്ടിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും ഷോർട്ട് കട്ടിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുക നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, the average weight of 14 students of a class is 20 kg. 14 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്? 20 kg ആണ്. If a student leaves a class, the average weight of the class drops by 2 kg. ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്താൽ ആവറേജ് എന്താവും? ആവറേജ് വെയിറ്റ് 2 കിലോ കുറയും. Find the weight of the student who left the class. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയ ആ സ്റ്റുഡന്റിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നോർമലി നമ്മൾ എന്താ ചെയ്യാം? 14 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്? 20 kg. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്താൽ ആവറേജ് 2 കിലോ കുറയും. ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്യുന്നു മീൻസ് 14 സ്റ്റുഡൻസ് എന്നുള്ളത് എന്താവും? 13 സ്റ്റുഡൻസ് ആവും. 13 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താവും? 2 കിലോ കുറയും. അതായത് ഇനീഷ്യലി 20 kg ആയിരുന്നല്ലേ ആവറേജ്, അത് 2 കിലോ കുറഞ്ഞ് 18 കിലോ ആവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ്. ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ടോട്ടൽ കാണും. 14 × 20. അപ്പൊ നമുക്ക് 280 എന്ന് കിട്ടും അല്ലേ? ഇവിടെ എന്ത് ചെയ്യും? 13 × 18. 13 × എത്രയാണ്? 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180. 3 × 80 എന്ന് പറയുമ്പോൾ 54. 234 എന്ന് കിട്ടും. അതിന്റെ ഡിഫറൻസ് എടുക്കും. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ ഇതെന്താണ്? 280 മൈനസ് 234 എന്ന് പറയുമ്പോൾ 46 kg എന്ന് കിട്ടും. ഇതെന്താണ്? നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, പക്ഷെ നമുക്ക് ടൈം സേവ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ഷോർട്ട് കട്ടിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ അതാണ് വേണ്ടത്. അപ്പൊ ഷോർട്ട് കട്ടിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 46 kg ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഷോർട്ട് കട്ടിൽ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. 14 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്? 14 സ്റ്റുഡൻസിന്റെ ആവറേജ് 20 ആണ്. 13 സ്റ്റുഡൻസ് ആവുമ്പോൾ ആവറേജ് എന്താവും? 18 ആവും അല്ലെ? 18 ആവും. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? -1. 14 13 ആയി. അപ്പൊ -1. ഇവിടെ എന്താ സംഭവിച്ചത്? 20 18 ആയി. അപ്പൊ എന്താ വന്നത്? -2. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ശ്രദ്ധിച്ചിരുന്നോ? -1 × ഈ പറയുന്ന 18, -2 × ഈ പറയുന്ന 14. അതായത് -1 × 18 പ്ലസ് -2 × 14. ഇപ്പൊ എന്ത് വരും? -1 × 18 എന്ന് പറയുമ്പോൾ -18, -2 × 14 എന്ന് പറയുമ്പോൾ -28. എന്ത് വന്നു? -46 kg. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് എടുക്കരുത്. നെഗറ്റീവിനെ നെഗ്ലക്ട് ചെയ്യാം. പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. 46 kg അതല്ലേ നമുക്ക് ശരിക്കും കിട്ടിയത്. സാധാ പോലെ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടിയത് അത് തന്നെയല്ലേ? അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ്സിനുള്ളിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ മിക്കതും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് 35 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 15 years. ഒരു ക്ലാസ്സിലെ 35 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്? 15 years ആണ്. When the teacher's age is also included. ടീച്ചേഴ്സ് ഏജും കൂടെ ആഡ് ചെയ്തപ്പോ എന്ത് പറ്റി? ആവറേജ് ഏജ് ഇൻക്രീസ്ഡ് ബൈ 1 year. ആവറേജ് ഏജ് 1 year കൂടി. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ ഏജ് കാണാം. ഇവിടെ എങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാം? 35 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്താണ്?
15 years ആണ്. ഓക്കെ, പിന്നെ എന്താണ്, ടീച്ചേഴ്സ് ഏജും കൂടെ കൂട്ടി. അപ്പൊ ടീച്ചറിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ 35 എന്നുള്ളത് എന്തായി, 36 ആയി. അപ്പൊ ആവറേജ് ഏജ് എന്തായി, ഇൻക്രീസ്ഡ് ബൈ 1 year. 15 എന്തായി, 16 ആയി. ഇവിടെ എന്ത് ചേഞ്ച് സംഭവിച്ചത്, 35 36 ആയി പ്ലസ് 1, 15 16 ആയി പ്ലസ് 1. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ പ്ലസ് 1 ഇൻറ്റു 16 എന്ത് വരും, 16 പ്ലസ് 1 ഇൻറ്റു 35 പ്ലസ് 35 എന്ത് കിട്ടും, 51. അപ്പൊ ഏജ് ഓഫ് ടീച്ചർ എന്താണ്, 51 years old. ഷീ ഈസ് 51 years old. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ചോദ്യം, ദ ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 45 kg. 40 സ്റ്റുഡൻസിന്റെ ആവറേജ് 45 kg ആണ്. If a student leaves a class, the average weight of the class drops by 1 kg. ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്തപ്പോൾ ആവറേജ് വെയിറ്റ് 1 കിലോ ഡ്രോപ്പ് ആയി, മീൻസ് 1 കിലോ കുറഞ്ഞു. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ്. ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ വെയിറ്റ്. അപ്പൊ ഇവിടെ എന്തായി, 40 സ്റ്റുഡൻസ് എന്നുള്ളത് ഒരു സ്റ്റുഡന്റ് പോയി അല്ലെ, ഒരു സ്റ്റുഡന്റ് പോയപ്പോൾ 40 എന്നുള്ളത് 39 ആയി. അപ്പൊ വെയിറ്റ് എന്ത് സംഭവിച്ചു, ആവറേജ് വെയിറ്റ് 1 കിലോ കുറഞ്ഞ് 44 ആയി അല്ലെ. ഇവിടെ എന്താ, 40 എന്നുള്ളത് 39 ആയി. അപ്പൊ -1. ഇവിടെ എന്താണ്, 45 44 ആയി, അഗെയിൻ -1. ഇനി എന്ത് ചെയ്യാം, -1 ഇൻറ്റു 44 -44, then -1 ഇൻറ്റു 40 -40 എന്ത് കിട്ടും, -84. ഞാൻ പറഞ്ഞു നെഗറ്റീവ് എടുക്കണ്ട, പോസിറ്റീവ് മാത്രം എടുക്കുക. 84. അപ്പൊ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ് എന്താ കിട്ടിയത്, 84 kg. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം, ദ ആവറേജ് വെയിറ്റ് ഓഫ് 35 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 50. 35 സ്റ്റുഡൻസിന്റെ ആവറേജ് 50. When one student left the class, ഒരു സ്റ്റുഡന്റ് ലെഫ്റ്റ് ആയപ്പോൾ the new average become 51. അതായത് ഒരു സ്റ്റുഡന്റ് ലെഫ്റ്റ് ആയപ്പോൾ 35 34 ആയി, പുതിയ ആവറേജ് എന്തായി, 51 ആയി. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ആയ സ്റ്റുഡന്റിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, 35 34 ആയി, അപ്പം -1, 50 51 ആയി, അപ്പം +1. then -1 into 51 -51 +1 into 35 +35 -51 +35 എന്ത് വരും, ഇവിടെ എന്ത് ചെയ്യണം, ഈ മൈനസും കൂടി എടുത്തിട്ട് നമ്മൾ മൈനസിനോട് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു എന്നുള്ളത് നോക്കണം. അപ്പൊ 11 - 5 6, 4 - 3 1, -16 എന്നാ വരിക, മൈനസ് നെഗ്ലക്ട് ചെയ്യുക, 16 മാത്രം എടുക്കുക. സോ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ് എന്താണ്, 16 kg. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ടില് വളരെ ക്വിക്കായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് 1-2 ചോദ്യോടെ ഇതിനെ ബേസ് ചെയ്ത് നോക്കാം. The average age of 40 students of a class is 15 years. 15 years. When the teacher's age is included, the average increases by 1. അപ്പോൾ 41 ആയപ്പോൾ എന്തായി, 16 ആയി. അപ്പോൾ ഇവിടെ എന്താണ്, +1 ആണ്, ഇവിടെ എന്താണ്, +1 ആണ്. +1 into 16 16, +1 into 40 +40 എന്ത് കിട്ടും, 56. That is option A. Next, the average age of 29 boys in the class is 14 years. But 29 boys in the average endana 14 years. When the age of class teacher is included, but 29 30 I, the average become 15 years. Ivide endai +1, ivide endai +1. So +1 into 15 15, +1 into 29 +20. നമുക്ക് എന്താ കാണേണ്ടത്, the age of class teacher. 29 plus 15 39 44 option A. Okay, last question, the average weight of 45 students of a class is 65. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 45 സ്റ്റുഡൻസിന്റെ ആവറേജ് 65 ആണ്. ഇഫ് 1 സ്റ്റുഡന്റ് ലീവ്സ് ദ ക്ലാസ്, ആവറേജ് ഇൻക്രീസ്ഡ് ബൈ 1. ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്തപ്പോൾ ആവറേജ് 1 കൂടി. then the weight of student who left the class is, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ
വെയിറ്റ് എത്രയാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ, അത് സെയിം പാറ്റേൺ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായാലും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ RRB NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്ത ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ എക്സാമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഓൾസോ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ആവറേജ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ സോ മച്ച്.